കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കളത്തോട്ടത്തിലും മട്ടുപ്പാവിലുമൊക്കെ വളരെ ഈസിയായി കൃഷി ചെയ്യാൻ പറ്റുന്ന കുക്കുംബർ, അതായത് സലാഡ് വെള്ളരി കൃഷിയെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ കുറേ സുഹൃത്തുക്കൾ കുക്കുംബർ കൃഷി ചെയ്യുന്ന രീതിയെപ്പറ്റി വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ട് കമൻറ്റ് ബോക്സിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുക്കുംബർ കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ. ചൂടും വെളിച്ചവും നല്ലപോലെ കുക്കുംബർ കൃഷിക്ക് അത്യാവശ്യമാണ്. കുക്കുംബർ കൃഷി ചെയ്യുമ്പോൾ കഴിയുന്നതും ജൈവ രീതിയിൽ വളവും കീടനാശിനികളും നൽകി കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം വേവിക്കാതെ പച്ചയായി തന്നെ കഴിക്കുന്നത് കൊണ്ട് ജൈവ രീതിയിൽ തന്നെ വളർത്തിയെടുക്കേണ്ടതാണ്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഹൈബ്രിഡ് ഇനങ്ങളാണ് ചിത്ര, സ്നോ വൈറ്റ് എന്നിവ. നമ്മൾ വിത്തുകൾ നടുമ്പോൾ ചകിരിച്ചോറും കമ്പോസ്റ്റും മണ്ണുമായി മിക്സ് ചെയ്ത് അതിലാണ് വിത്തുകൾ നടേണ്ടത്. വീട്ടിലെ ആവശ്യത്തിനാകുമ്പോൾ 3-4 വിത്തുകൾ മുളപ്പിച്ചാൽ മതിയാവും. വിത്തുകൾ പാകിയ ശേഷം ചെറിയ രീതിയിൽ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മുളച്ച് 5 ഇല പ്രായമാകുമ്പോൾ തൈകൾ മാറ്റി നടാവുന്നതാണ്. ഈ സമയത്ത് 19-19-19 ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു 4 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല വേരോട്ടം ലഭിക്കും. കുക്കുംബറിന് ദിവസവും 2 നേരം നല്ല പോലെ നനച്ചു കൊടുക്കണം. കുക്കുംബറിന് നന കുറഞ്ഞു പോയാൽ കായ്കൾക്ക് കയ്പ്പ് രസം വരുമെന്ന് പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നറിയില്ല. ഏതായാലും കുക്കുംബറിന് രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വള്ളി വീശി തുടങ്ങിയാൽ പന്തൽ തയ്യാറാക്കി അതിൽ കയറ്റി വിടണം. പന്തലിന് പകരം ഇതേപോലെ ചെരിച്ച് വള്ളി കെട്ടി കൊടുത്താലും മതി. ഈ കാണുന്നത് പയർ കൃഷിക്ക് വേണ്ടി തയ്യാറാക്കിയ രീതിയാണ്. ഇനി 2-3 തൈകളെ ഉള്ളൂ എങ്കിൽ പന്തലിൻ്റെ ആവശ്യമൊന്നുമില്ല. തെങ്ങിൻ്റെ ഓല 2 ചാരി വെച്ച് കൊടുത്താലും അതിൽ പടർന്നു കയറി നിറയെ കായ്ഫലം നമുക്ക് ലഭിക്കും. കുക്കുംബറിൻ്റെ പ്രധാന കീടം ആമവണ്ടുകളാണ്. ആമവണ്ടിനെ കാണുമ്പോൾ തന്നെ പിടിച്ച് നശിപ്പിച്ച് കളഞ്ഞാൽ മറ്റു കീടനാശിനിയുടെ ആവശ്യമൊന്നും വരുന്നില്ല. ആമവണ്ടിൻ്റെ ശല്യം കൂടുതലാവുകയാണെങ്കിൽ വേപ്പെണ്ണ സോപ്പിൽ അതിന് തിളച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുക്കുംബറിൽ കാണുന്ന മറ്റൊരു അസുഖമാണ് ഇലമഞ്ഞളിപ്പ് രോഗം. ഇലകളെല്ലാം മഞ്ഞ കളറായി ചെടിയുടെ ഹരിതകം നഷ്ടപ്പെട്ട് ക്രമേണ ചെടി തന്നെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥ വരും. മഞ്ഞളിപ്പ് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെടികളെ രക്ഷിച്ചെടുക്കാൻ പ്രയാസമാണ്. മറ്റു ചെടികളിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പായി മഞ്ഞളിപ്പ് രോഗം ബാധിച്ച ചെടി വേരോടെ പിഴുതു കളയുകയാണ് ഏറ്റവും നല്ലത്. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് തൈകൾ മാറ്റി നടുന്നതിന് മുമ്പായി തന്നെ മണ്ണ് നന്നായി കിളച്ച് കട്ടയും കല്ലുമൊക്കെ നീക്കം ചെയ്ത് ഒരു ചിരട്ട അളവിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് ചേർത്ത് മണ്ണ് ഇളക്കിയതിന് ശേഷം 2 ആഴ്ച നല്ലപോലെ വെയിൽ കൊള്ളിക്കണം. നമ്മൾ ഡോളോമേറ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ 2 ദിവസം വെയിൽ കൊള്ളിച്ചാൽ മതിയാവും. അതിനുശേഷം മാത്രം തൈകൾ മാറ്റി നടാൻ പാടുള്ളൂ. ഇതുപോലെ മണ്ണ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഞ്ഞളിപ്പ് രോഗം വരാതെ നല്ല സൂപ്പറായി തൈകൾ വളർന്നു വരും. കഴിയുന്നതും ജൈവ രീതിയിൽ വളവും കീടനാശിനിയും ഉപയോഗിക്കാൻ ശ്രമിക്കണം. ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ പൊട്ടാഷിൻ്റെ കുറവ് സാധാരണയായി കാണാറുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ അടിവളമായി ചാരം നൽകിയാൽ മതി. അതേപോലെ കടുത്ത വേനലിൽ മണ്ണ് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ചെടിയുടെ തടത്തിൽ ശീമക്കൊന്നയുടെ ഇല കൊണ്ടോ കരിയില കൊണ്ടോ പുതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. 2 ആഴ്ച കൂടുമ്പോൾ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികളിൽ തളിക്കുകയും തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ വെള്ളരി വർഗ്ഗ ചെടികളെ നശിപ്പിക്കുന്ന ഇല മഞ്ഞളിപ്പ് രോഗത്തിൽ നിന്നും ചെടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. ഇനി ചെടികൾക്ക് വളം കൊടുക്കേണ്ടുന്ന രീതി കൂടി പറയാം. ചെടി വളർന്ന് പന്തലിൽ കയറുന്നതോടൊപ്പം വളം ചെയ്യണം. അതുപോലെ പൂവിട്ട് തുടങ്ങിയാലും വളം ചെയ്യേണ്ടതുണ്ട്. കടലപ്പിണ്ണാക്കും പച്ചച്ചാണകവും കൂടി മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രം ചെടികൾക്ക് ഓരോ ചെറിയ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അളവ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താം. 1 കപ്പ് വളത്തിൻ്റെ കൂടെ, അതായത് ചാണകവും കടലപ്പിണ്ണാക്കും കൂടി തയ്യാറാക്കി വെച്ച വളം 1 കപ്പ് അളവിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് 10 ഇരട്ടി വെള്ളം ചേർത്ത് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. വെള്ളം ചേർക്കാതെ നേരിട്ട് ഒഴിച്ചു കൊടുത്താൽ ചെടി എപ്പോൾ ഉണങ്ങിപ്പോയെന്ന് ചോദിച്ചാൽ മാത്രം മതി. ചെടി നട്ട് 1.5 മാസം ആകുമ്പോഴേക്കും കുക്കുംബർ വിളവെടുക്കാൻ പാകമാകും. അപ്പോൾ ഏറ്റവും സിമ്പിളായ കൃഷി രീതിയിലൂടെ ഈ വേനൽ ചൂടിൽ കഴിക്കേണ്ടുന്ന കുക്കുംബർ നിങ്ങളും കൃഷി ചെയ്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തും സഹകരിക്കുമല്ലോ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.